Yeah, good morning, children. See, last week I gave EVS class test. ക്ലാസ് 4 പല പിള്ളേരല്ല, ഒരു 3-4 പിള്ളേർ 2 ക്ലാസ്സിൽ എഴുതിയിട്ടില്ല. പിന്നെ ഒന്ന് രണ്ട് പേരെന്നോട് പറഞ്ഞു പിന്നെ അവർക്ക് പേരൻസിന് സുഖമില്ല, മക്കൾ വീട്ടിലില്ല, ദൂരെയാന്ന് പറഞ്ഞു. മറ്റുള്ളവരോ എന്തുകൊണ്ടാണ് നിങ്ങൾ എഴുതാത്തത്? എനിക്ക് എഴുതിയിട്ട് സെൻഡ് ചെയ്തിരിക്കണം. ചിലർ പകുതി എഴുതി ബാക്കി മിസ്സിനെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പകുതി എഴുതിയിട്ട് പകുതി സെൻഡ് ചെയ്യാതിരുന്നു. അപ്പം പറഞ്ഞ മിസ് റിക്വസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് സെൻഡ് ചെയ്തു. അതൊക്കെ എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇനി ടീച്ചറിനെ പരീക്ഷിക്കുന്നതാണെന്ന് എനിക്കറിയില്ല. എന്തായാലും മക്കളെ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യരുത്, നിങ്ങൾ അയക്കുക. ചിലർക്ക് പിന്നെ എന്നോട് പറഞ്ഞു ചിലർക്ക് റേഞ്ച് പ്രോബ്ലം ഉണ്ടെന്നൊക്കെ പറഞ്ഞു, നെറ്റ് പ്രോബ്ലം ഒക്കെ ഉണ്ടെന്ന് എന്നോട് പറഞ്ഞു. അതൊക്കെ മിസ്സിന് മനസ്സിലാകുന്നു, കാരണം മിസ് അനുഭവിക്കുന്ന കാര്യങ്ങൾ ഇതെല്ലാം. അതുകൊണ്ട് നമ്മൾ നെറ്റൊക്കെ കിട്ടുമ്പോൾ നിങ്ങൾ അയച്ചു തരണം മിസ്സിന്. നിങ്ങൾ എത്രമാത്രം പഠിക്കുന്നുണ്ടെന്ന് എനിക്ക് അറിയാൻ വേണ്ടി ഞാൻ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട്. തന്നവരുടെ പേരുകളൊക്കെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട് അവർ ന്യൂ ലെസൺ, ലാൻഡ് ഓഫ് ആർട്സ്. കേരളം കലകളുടെ നാടാണ്. കേരളം കലകളുടെ നാടാണ്. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ഒരു ഓണാഘോഷത്തെക്കുറിച്ച് നമ്മളിന്ന് പഠിക്കാൻ പോകുന്ന ഒരു കല കേട്ടോ. ഇനി ഇത് കഴിയുമ്പോൾ നമ്മൾ വേറെ ഒരുപാട് പഠിക്കുന്നുണ്ട്. ഇന്ന് നമ്മൾ ഓണത്തെക്കുറിച്ച് ഓണാഘോഷത്തെക്കുറിച്ച് പഠിക്കാൻ പോവുകയാണ്. ഓക്കെ, നിലീന സ്കൂൾ ഈസ് സെലിബ്രേറ്റിംഗ് ഓണം ടുഡേ. ഓക്കെ, നിലീനയുടെ സ്കൂളിൽ ഇന്നാണ് ഓണാഘോഷം. ഓണം സെലിബ്രേഷൻ ഇന്നാണ്. ആരുടെ സ്കൂളിലാണ്? നിലീനയുടെ സ്കൂളിലെ. ഷീ ലെഫ്റ്റ് ഹർ സ്കൂൾ എലോങ് വിത്ത് ഹർ ഫാദർ. അവൾ സ്കൂളിലോട്ട് പോയി. ആരുടെ കൂട്ടത്തിലാണ് സ്കൂളിലേക്ക് പോയത്? ഷീ ലെഫ്റ്റ് ഹർ സ്കൂൾ എലോങ് വിത്ത് ഹർ ഫാദർ. നിലീന സ്കൂളിലേക്ക് പോയത് പപ്പയുടെ കൂട്ടത്തിൽ. അവളുടെ അച്ഛൻ്റെ കൂട്ടത്തിലാണ് സ്കൂളിലേക്ക് പോയത്. പേരൻസ് ആൻഡ് ദ പബ്ലിക് ഹാഡ് ഓൾറെഡി റീച്ച്ഡ് സ്കൂള്. രക്ഷിതാക്കളും പബ്ലിക്കും നാട്ടുകാരൊക്കെ നേരത്തെ തന്നെ സ്കൂളിലെത്തി. എന്തിനായിരിക്കും? ദേ സ്റ്റാർട്ടഡ് ദ പ്രിപ്പറേഷൻ ഓഫ് ദ ഫീസ്റ്റ് ആൻഡ് വെയർ ബിസി വിത്ത് അതർ അറേഞ്ച്മെൻറ്റ്സ്. അവരെന്തിനാണ് നേരത്തെ സ്കൂളിലെത്തിയത്? ഓണാഘോഷമല്ലേ ഇന്ന്. പിള്ളേർക്ക് ഫുഡൊക്കെ കൊടുക്കണം, ലഞ്ച് കൊടുക്കണം, പായസം കൊടുക്കണം, ഇങ്ങനെ ഓരോ പരിപാടി ഉണ്ട്. അപ്പോൾ ഒത്തിരി പിള്ളേരില്ല, അവർക്കെല്ലാം ഉണ്ടാക്കണ്ടേ. അതിനുവേണ്ടി അവർ നേരത്തെ തന്നെ സ്കൂളിലേക്ക് പോയി. കുറേ പേരൻസും പബ്ലിക് നാട്ടുകാരൊക്കെ നേരത്തെ തന്നെ സ്കൂളിലെത്തി. പിള്ളേരെത്തുന്നതിന് മുമ്പേ അവരെത്തി, കാരണം ഇതൊക്കെ അറേഞ്ച് ചെയ്യണ്ടേ. അതുകൊണ്ട് നിലീന ആൻഡ് ഹെർ ഫ്രണ്ട്സ് ഹാഡ് ടു മേക്ക് ദ പൂക്കളം. അവിടെ പൂക്കളം ഇടുക എന്നുള്ള ജോലി ആരുടേതാണ്? നിലീനയുടെയും അവളുടെ കൂട്ടുകാരുടെയും കൂടെ ജോലിയാണ് സ്കൂളിൽ അത്തപ്പൂക്കളം ഇടുക എന്നുള്ള ജോലി. കണ്ട ആ പിക്ചർ നിങ്ങൾ നോക്കിയാൽ സ്കൂളിൽ നോക്കിയെന്ന് എന്ത് രസമാണ്. പിള്ളേരെ നോക്കി നല്ല സന്തോഷം തോന്നില്ല അല്ലേ? കുറച്ച് പിള്ളേർ പൂക്കളം ഇടുന്നുണ്ട്, പിന്നെ കുറച്ച് പേര് പൂവും കൊണ്ട് വരുന്നുണ്ട്, പിന്നെ എന്താണ് കുറേ പേര് ഒരു വലിയ വട്ടത്തിലുള്ള ഒരു ഇതുകൊണ്ട് പാത്രം വെച്ചിട്ട് എന്താ പായസമോ ചോറ് ഏതാണ്ട് ഉണ്ടാക്കുന്നുണ്ടല്ലേ. ഭയങ്കരമായിട്ട് വാർപ്പെന്ന് പറയുക, നമ്മൾ മിസ്സൊക്കെ പറയുന്നത് വാർപ്പെന്ന് പറയുക. ഭയങ്കരമായിട്ട് പാത്രം കണ്ടോ, വലിയ വട്ടത്തിലുള്ള പാത്രം. നിങ്ങളെന്താ പറയുകയെന്ന് എനിക്കറിയത്തില്ല. പിന്നെ ചില പിള്ളേർ എന്ത് ചെയ്യുന്നു, അവിടെ ഡെക്കറേറ്റ് ചെയ്യുന്നല്ലേ, അവിടെ എല്ലാം ഡെക്കറേറ്റ് ചെയ്യുക. എന്തൊക്കെയോ തെങ്ങോല ഏതാണ്ടൊക്കെ വെച്ചിട്ട് ഓലയൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്യുന്നവരുണ്ട്. പിന്നെ ആ കൂട്ടത്തിൽ ചിലരൊക്കെ അവിടെ ക്ലീൻ ചെയ്യുന്നവരുണ്ട്. പിന്നെ ഓണത്തിന് ഓലക്കുട പിടിച്ച് കളിക്കുന്നവരുണ്ട്, പുലി കളിക്കുന്നവരുണ്ട്. എന്തെല്ലാം അവിടെ ചെയ്യുന്ന നോക്കി. നിങ്ങൾ നോക്കി എന്ത് രസമാണ് കാണുമ്പോൾ തന്നെ മനസ്സിനൊരു സന്തോഷം അല്ലേ മക്കളെ. വടംവലി എന്തൊക്കെയാണ് നടത്തുന്ന നോക്കി, എന്തൊരു രസമാണ് കാണാനായിട്ട്. ഓരോരുത്തരും ഓരോ ജോലിയിൽ എൻഗേജ്ഡ് അല്ലേ. പേരൻസും ടീച്ചേഴ്സൊക്കെ ഇത് വാച്ച് ചെയ്യുന്നുണ്ട്. എല്ലാം പിള്ളേരുടെ പരിപാടികളൊക്കെ എല്ലാം വാച്ച് ചെയ്യുന്നുണ്ട്. പിന്നെ അവർ കുറേ പേര് കുക്ക് ചെയ്യുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ടല്ലേ. ഡോണ്ട് യു സെലിബ്രേറ്റ് ഓണം അറ്റ് സ്കൂൾ? നിങ്ങൾ നിങ്ങളുടെ സ്കൂളിൽ ഓണം ആഘോഷിക്കാറുണ്ടോ? ഉണ്ടോ? വാട്ട് അറേഞ്ച്മെൻറ്റ്സ് ഡു യു മേക്ക്? നിങ്ങൾ എന്തെല്ലാം ഒരുക്കുക ചെയ്യുക? വാട്ട് പ്രോഗ്രാംസ് ആർ ഓർഗനൈസ്ഡ്? എന്തെല്ലാം അറേഞ്ച്മെൻറ്റ് ചെയ്യും? എന്ത് ചെയ്യും? നമ്മൾ സ്കൂളൊക്കെ ഡെക്കറേറ്റ് ചെയ്യല്ലേ. പിന്നെ എന്ത് ചെയ്യും? എല്ലായിടത്തും ഡെക്കറേറ്റ് ചെയ്യും. പിന്നെ ഓണസദ്യ ഉണ്ടാക്കും, ഓണസദ്യ ഒരുക്കും. പിന്നെയോ പായസം. പിന്നെ ഇത് നമ്മൾ ഗ്രീറ്റിംഗ് ടീച്ചർമാർക്കും പിള്ളേർക്കും അങ്ങോട്ടും കൊടുക്കും. ഹാപ്പി ഓണം എന്ന് പറഞ്ഞ് ഗ്രീറ്റിംഗ് കാർഡൊക്കെ ഉണ്ടാക്കി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊടുക്കുമല്ലേ അല്ലേ. എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ചെയ്യും. പിന്നെ ഘോഷയാത്രയുണ്ട്. ഘോഷയാത്ര പുലികളി കാണാം. പിന്നെ ആന നെറ്റിപ്പൊട്ടൊക്കെ ഇട്ട് ആനയെ കൊണ്ട് പോകുന്നത് കാണാം. ഘോഷയാത്രകൾ നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ. എന്തെല്ലാം അല്ലേ. ഒരുപാട് ഭയങ്കര ഉത്സാഹം എല്ലാവർക്കും ഇല്ല. അന്ന് സ്കൂളില്ല, പഠിക്കണ്ട, ടീച്ചർമാർക്ക് പഠിപ്പിക്കാൻ വേണ്ട, പിള്ളേർക്കാണ് ഭയങ്കര സന്തോഷം. എന്താണ് അന്ന് നല്ല എൻജോയ്മെൻ്റ് ആണ് എല്ലാവർക്കും. ഓക്കെ, ദെൻ സെലിബ്രേറ്റിംഗ് ടുഗദർനെസ്. സെലിബ്രേറ്റിംഗ്
ടുഗദർനെസ്. വാട്ട് ഇസ് ദ മീനിങ് ഓഫ് ദാറ്റ്? എന്താണ്? ഒരുമയുടെ ഓണം എന്ന് പറയാ. എല്ലാവരും ഒത്തൊരുമിച്ച് സെലിബ്രേറ്റ് ചെയ്യുന്നു. ഒരുമയുടെ ഒരു ഉത്സവം എന്നൊക്കെ പറയാമല്ലോ. ഒരുമയുടെ ഒരു ഓണം എല്ലാവരും കൂടെ ചേർന്നാണ് ചെയ്യുന്നത് ഇവിടെ. ആ പിക്ചറൊക്കെ നിങ്ങൾ ഒന്ന് നോട്ടീസ് ചെയ്തേ. എന്ത് രസമുണ്ട്. ഓണസദ്യ വിളമ്പുന്നുണ്ട് അവിടെ. വീട്ടിലേക്കാരും അത് സ്കൂളായിരിക്കുമല്ലോ അല്ലേ? സ്കൂള് വീടൊക്കെ ആയിരിക്കും ചിലപ്പം. കാരണം പേരൻസ് സ്കൂളിലെത്തിയിട്ടുണ്ടല്ലോ. അപ്പം നോക്കിയേ, കുറേ പേര് വടം വലിക്കുന്നുണ്ടല്ലേ. കണ്ടോ? എന്താ വടം? മാവേലിയെ കണ്ടോ? കുറേ പേര് പൂക്കൾ പറിക്കും. എന്ത് രസം. ഊഞ്ഞാലാടുന്നവരുണ്ട്. പുലികളി കണ്ടോ? എന്ത് രസം നോക്കിയേ. അവിടെ ഗിഫ്റ്റ് കൊടുക്കുന്ന ഓണ ഡ്രസ്സ്, ഓണപ്പുടവ് കൊടുക്കുന്നത് കണ്ടോ? പിന്നെ നോക്കി എന്തെല്ലാം കാര്യങ്ങളാണ് ഇതെല്ലാം. എൻ്റെ അമ്മയെ എന്ത് രസമാണ്. ക്രിസ്ത്യാന ഭയങ്കര സന്തോഷം വരുന്നു. ഹൃദയം തുടിക്കും. മാവേലി ഇതെല്ലാം കണ്ട് മാവേലി എന്ത് ചെയ്യുന്ന ആസ്വദിക്കല്ലേ. ഓണം ഈസ് അവർ നാഷണൽ ഫെസ്റ്റിവൽ. നമ്മുടെ കേരളത്തിൻ്റെ ഒരു നാഷണൽ ഫെസ്റ്റിവലാണ് എന്ത്? ഓണം. ദേശീയ ഉത്സവം. നമ്മുടെ കേരളക്കാരുടെ ഒരു ദേശീയ ഉത്സവമാണ് എന്ത്? ഓണം. മലയാളീസ് ഓൾ ഓവർ ദ വേൾഡ് സെലിബ്രേറ്റ് ഓണം. മലയാളികൾ ലോകത്തെവിടെ മലയാളികളുണ്ട് അവരെല്ലാം സെലിബ്രേറ്റ് ചെയ്യും. കുറേ പേരെല്ലാം നാട്ടിൽ തിരിച്ചെത്തും. അവർ വീട്ടിൽ വരും. ഓണം ആഘോഷിക്കാൻ വേണ്ടി തന്നെ ലീവ് എടുത്ത് ചിലപ്പോൾ അന്ന് ഫ്ലൈറ്റിനൊക്കെ, വിദേശത്തൊക്കെ ഉള്ളവർ ഫ്ലൈറ്റിനൊക്കെ ഇപ്പം 2000 രൂപയുള്ള 10,000 20,000 ഒക്കെ എങ്കിലും വേണ്ടതല്ല. ഓണം ആഘോഷിക്കാൻ വേണ്ടി അവർ എത്ര പൈസ ചിലവാക്കിയവർ എന്ത് ചെയ്യും? വിദേശത്തുള്ളവരൊക്കെ വീട്ടിലെത്തും ഇല്ലേ? എല്ലാത്തിനും ഡബിൾ ട്രിപ്പിൾ ചാർജ് ആയാലും ഒരു കുഴപ്പമില്ല ആർക്കും. It is believed that Mahabali, just king who ruled Kerala, visits Kerala once in every year to see his subjects. മക്കളെ നോക്കി, നമ്മൾ എന്തുകൊണ്ടാണ് ഓണം ആഘോഷിക്കുന്നത്? എന്താണ് കേരളക്കാരുടെ വിശ്വാസം? കേരളീയർ എന്ത് വിശ്വസിക്കുന്നു? എന്താ വിശ്വസിക്കുന്നത്? കേരളം പണ്ട് ഭരിച്ചിരുന്ന നല്ലവനായ മഹാബലി, നീതിമാനായ മഹാബലി വർഷത്തിലൊരിക്കൽ സ്വന്തം ജനങ്ങളെ കാണാൻ വേണ്ടി എത്തുന്ന മനുഷ്യർ വിശ്വസിക്കുന്നത്. കേട്ടോ? ഇറ്റ് ഈസ് ബിലീവ്ഡ് ദാറ്റ് മഹാബലി ദ ജസ്റ്റ് കിങ് ഹു റൂൾഡ് കേരള വിസിറ്റ്സ് കേരള വൺസ് ഇൻ എവറി ഇയർ ടു സീ ഹിസ് സബ്ജക്ട്സ്. ഓണം ഈസ് ഓൾസോ എ ഹാർവസ്റ്റ് ഫെസ്റ്റിവൽ. ഓണം വിളവെടുപ്പിൻ്റെ ഒരു ഉത്സവം കൂടിയാണ്. വിളവെടുപ്പ് ഉത്സവം. ആ സമയത്ത് ഈ നെല്ലൊക്കെ എല്ലാവരും കൊയ്യല്, ഓണപ്പായസമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി കൊയ്ത്തുത്സവമൊക്കെ ആ സമയത്ത് വിളവെടുപ്പ് ഉത്സവം കൂടിയാണ് ആ സമയം. ദെൻ ആഫ്റ്റർ ദ ഓണസദ്യ, നിലീന ആൻഡ് ഹെർ ഫ്രണ്ട്സ് എൻഗേജ്ഡ് ഇൻ വേരിയസ് ഓണക്കളികൾ. കണ്ടോ? ഓണസദ്യ എല്ലാം കഴിഞ്ഞ് അവരുടെ നിലീനയുടെ സ്കൂളിൽ ഓണസദ്യ കഴിഞ്ഞു. ഓണസദ്യ സ്കൂളിലെ ഓണസദ്യ ടീച്ചർമാർ വിളമ്പുന്നത് പേരൻസിനും പിള്ളേർക്കെല്ലാം കൂടെ. സ്കൂളിലെ ഓണസദ്യ കഴിഞ്ഞു. പിന്നെ നിലീനയും അവളുടെ ഫ്രണ്ട്സും കൂടെ എന്ത് ചെയ്യണം? പലതരത്തിലുള്ള ഓണക്കളികളിൽ ഏർപ്പെട്ടിരിക്കുകയാണ് അവരൊക്കെ. വൈ ഇസ് ഇറ്റ് സെഡ് ദാറ്റ് ഓണം ഈസ് എ സെലിബ്രേഷൻ ഓഫ് ടുഗദർനെസ്? എന്തുകൊണ്ടാണ് പറയുന്നത് ഓണം ഒരു കൂട്ടായ്മയുടെ ആഘോഷമാണെന്ന് പറയുന്നത്? എന്തുകൊണ്ടാണ് അവൾ പറയുന്നത് ഓണം കൂട്ടായ്മയുടെ ഒരു ആഘോഷമാണെന്ന്? വൈ ഇസ് ഇറ്റ് സെഡ് ദാറ്റ് ഓണം ഈസ് എ സെലിബ്രേഷൻ ഓഫ് ടുഗദർനെസ്? കാരണം പുതിയ ഡ്രസ്സുകൾ ഒക്കെ കിട്ടും നമുക്ക് സമ്മാനമായിട്ട്. ചില പേരൻസ് മേടിച്ചു തരും, റിലേറ്റീവ്സ് മേടിച്ചു തരും, ആരെങ്കിലുമൊക്കെ ആയിട്ട് നമുക്ക് ന്യൂ ഡ്രസ്സ് മേടിച്ചു തരും. പിന്നെ നമ്മൾ എല്ലാവരും കൂടെ ആ നാട്ടിലുള്ള, ഇപ്പോൾ ഒരു വില്ലേജിലുള്ളവർ, സ്കൂളിലുള്ളവർ അവർ ഒത്തൊരുമിച്ച് അവർ ഒത്തിരി കളികൾ കളിക്കും ഇല്ലേ? നമ്മുടെ സ്കൂളിലാണ് നമ്മളെല്ലാവരും ഒരുപാട് തരത്തിലുള്ള കളികൾ കളിക്കുക, അല്ലെ? ഗെയിംസ് എല്ലാം കളിക്കും, ഒരുപാട് തരത്തിലുള്ള. എന്തെല്ലാം കളിക്കും നമ്മൾ ഇവിടെ കാണുന്നുണ്ടല്ലോ? സിംഗിങ്, ഊഞ്ഞാലാട്ടം, SWING സിംഗിങ്, ഊഞ്ഞാലാട്ടം കളിക്കും. പിന്നെ നോക്കിയാൽ പുലികളി കണ്ടോ? പുലി കളിക്കും. പിന്നെ എന്ത് ചെയ്യും? ടക്ക് ഓഫ് വാർ കണ്ടോ? വടംവലി കണ്ടോ നിങ്ങൾ? പിന്നെ ബോട്ട് റേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വള്ളംകളി കാണാറുണ്ടോ? ഓണപ്പാട്ട് പാടും, പിന്നെ ഓണപ്പന്ത് കളിക്കും. പിന്നെ എന്ത് കളിക്കും നമ്മൾ? ഓണത്തല്ലെന്ന് പറഞ്ഞ സംഭവമുണ്ട്, ഓണത്തല്ലുണ്ട്. ഇങ്ങനെ പല കാര്യങ്ങളും ജനങ്ങളെല്ലാവരും ഒത്തൊരുമിച്ച് സന്തോഷത്തോടെ ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ ഓണം ഈസ് സെലിബ്രേറ്റ് ആസ് എ ടുഗദർനെസ്. ഓണം ഈസ് എ സെലിബ്രേഷൻ ഓഫ് ടുഗദർനെസ് എന്ന് പറയാൻ കാരണം
എന്താണ്, ജനങ്ങളെല്ലാം ഒത്തൊരുമിച്ച് ആ സമയത്ത് എല്ലാവരും അവധിയെടുത്ത് വിദേശത്തുള്ളവരും പുറത്തുള്ളവരും ഒക്കെ അടുത്ത സ്റ്റേറ്റിലുള്ളവരും എവിടെ പോയാലും അവർ തിരിച്ചെത്തി സ്വന്തം നാട്ടിലെത്തി അവർ പിന്നെ നാട്ടുകാരൊക്കെ ഒത്തുചേർന്ന് പല പല കളികളിലും ഒക്കെ ഒത്തുചേർന്ന് ചെയ്യും, കളികളൊക്കെ ഒത്തുചേർന്ന് ചെയ്യും. ഒന്ന് ടൂറ് പോകും, ചിലപ്പം എന്തെങ്കിലുമൊക്കെ പാർക്കിൽ പോകും, പിന്നെ എവിടെയൊക്കെ പിന്നെ വിസിറ്റ് ചെയ്യും, ഫ്രണ്ട്സ് ഹൗസുകൾ അല്ലെങ്കിൽ റിലേറ്റീവ്സ് ഹൗസൊക്കെ വിസിറ്റ് ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഓണം ഈസ് എ സെലിബ്രേഷൻ ടുഗദർനെസ് എന്ന് പറയാൻ കാരണം. എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഗിഫ്റ്റ് കൈമാറും. പിന്നെ ഇങ്ങനെയുള്ള പല പരിപാടികളുണ്ട്. ഗ്രീറ്റിംഗ് കാർഡ്, പിള്ളേരൊക്കെ ഗ്രീറ്റിംഗ് കാർഡ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കും. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഓണം ഒരു കൂട്ടായ്മയുടെ ആഘോഷമാണ് ഓണം എന്ന് പറയാൻ കാരണം. ചിൽഡ്രൻ, ഞാൻ ഇവിടെ വരെ മാത്രമേ എടുക്കുന്നുള്ളൂ. നിങ്ങൾ കുറച്ച് നന്നായി വായിക്കണം, എന്നിട്ട് നിങ്ങൾ ചിന്തിക്കണം നമ്മുടെ നാട്ടിൽ ഓണം എങ്ങനെ ആഘോഷിക്കുന്നത്, നിങ്ങളുടെ നാട്ടിൽ, നിങ്ങളുടെ വീട്ടിൽ, നിങ്ങളുടെ സ്കൂളിൽ, നിങ്ങളുടെ പ്രദേശത്ത്, നിങ്ങളുടെ ഗ്രാമത്തിൽ എങ്ങനെയാണ് ഓണം ആഘോഷിക്കുന്നതെന്ന് നിങ്ങൾ ചിന്തിക്കണം ഇതിനെക്കുറിച്ച്. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ മിസ്സിന് ഇത് പറഞ്ഞു തരണം. ഓക്കെ ചിൽഡ്രൻ, താങ്ക് യു. ഹാവ് എ ഗുഡ് ഡേ.